കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെ സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ച ബദൽ രേഖയെ പരോക്ഷമായി പിന്താങ്ങുന്നതാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വി.എസ്. അച്യുതാനന്ദൻ നൽകിയ കുറിപ്പ്. പാർട്ടിയുടെ അടവ് നയം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വി.എസ്. ചൂണ്ടിക്കാണിക്കുന്നു. RSPയും ജനതാദളിലെ ഒരു വിഭാഗവും ഇടതുമുന്നണി വിടാൻ കാരണം CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളാണ്. മാണി കോൺഗ്രസുമായോ മുസ്ലിം ലീഗുമായോ CPM സഖ്യത്തിലേർപ്പെട്ടാൽ പാർട്ടി ഒറ്റപ്പെട്ടു പോകുമെന്ന മുന്നറിയിപ്പും വി.എസ്. അച്യുതാനന്ദൻ നൽകുന്നുണ്ട്. ഇടതു പാർട്ടികളെ ഒപ്പം നിർത്തി വേണം മുന്നോട്ടു പോകേണ്ടതെന്നും വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെടുന്നു. അടവ് നയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്ത് വി.എസിന്റെ പ്രതികരണം. ഞങ്ങളുടെ പാർട്ടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. രാഷ്ട്രീയ അടവ് നയ അവലോകന രേഖ ചർച്ച ചെയ്യുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ 3-ാം ദിവസം കേരളത്തിൽ നിന്ന് P.K. ഗുരുദാസൻ, വൈക്കൻ വിഷൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിച്ചവരിൽ ഏറിയ പങ്കും പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ച കരട് രേഖയോട് കാര്യമായ യോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ ചില ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും കേന്ദ്ര കമ്മിറ്റി രാഷ്ട്രീയ അടവ് നയ അവലോകന രേഖയ്ക്ക് അന്തിമ രൂപം നൽകുക. റിപ്പോർട്ടർ, ദില്ലി.